ബന്ധപ്പെട്ടായിരുന്നു. അമ്പാടി പള്ളി ഞങ്ങളുടെ ഇടവകയായി തന്നെ ഞങ്ങളെ സ്വീകരിക്കുകയും പള്ളിയെ ഞങ്ങളുടെ ഇടവകയായി തന്നെ കരുതി പോരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഈ പാരിഷ് ഹാളിൻ്റെയൊക്കെ പണി വരുന്ന സമയത്ത് അമ്മച്ചി വളരെ നിർബന്ധപൂർവമായി അതുമായി സഹകരിക്കണമെന്നുള്ള ഓർമ്മപ്പെടുത്തലുകൾ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ കാര്യത്തെപ്പറ്റി പിന്നീടും 2-3 തവണ അമ്മച്ചി എന്നോട് ഓർപ്പിക്കുകയും ഒക്കെ ചെയ്തത് പ്രത്യേകമായിട്ട് ഞാൻ ഓർക്കുകയാണ്. അതുപോലെ പാമ്പാടി പള്ളിയിൽ നിന്ന് ബഹുമാനപ്പെട്ട വികാരി അച്ഛനും ചുറ്റുമാടി അച്ഛനും ഒക്കെ, അതുപോലെ ട്രസ്റ്റിയായിരിക്കുന്ന ഷിബുവും, അങ്ങനെ പ്രിയപ്പെട്ട എല്ലാവരും അതാത് കാലങ്ങളിൽ ഈ പള്ളിയുടെ സാന്നിധ്യം വഹിച്ചവരൊക്കെ ഞങ്ങളെ പ്രത്യേകമായിട്ട് ഓർക്കുകയും ഞങ്ങളെ ഉൾക്കൊള്ളുകയും ഈ പള്ളിയുടെ അംഗങ്ങളായി തന്നെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തു. ദേശവും അതുപോലെ ഞങ്ങളെ സ്വീകരിച്ചു. അത് പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. ഞാനിങ്ങനെ പറയുമ്പോൾ ഇതൊരു പരദേശമായി ഞാൻ കരുതുന്നതെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഞാൻ കോട്ടയത്ത് താമസമായത് മുതൽ നിരന്തരമായി ഈ ദേശവുമായും ഇവിടെയുള്ള എല്ലാവരുമായും കഴിവുള്ളിടത്തോളം ഞാൻ ബന്ധപ്പെടുകയും എല്ലാ കാര്യങ്ങളെയും അറിയുവാനും അതിലൊക്കെ പങ്കെടുക്കുവാനും ഒക്കെ താല്പര്യപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ആഗ്രഹിച്ചതിൻ്റെ ഒരു 10% പോലും നിർവഹിക്കുവാൻ എനിക്കോ 5% നിർവഹിക്കുവാൻ എൻ്റെ അനുജൻ ജോർജ് സഖറിയായിക്കോ ഒരു 3% നിർവഹിക്കാൻ എൻ്റെ സഹോദരിക്കോ സാധിക്കാതെ പോയിട്ടുണ്ട്. എന്നാൽ അമ്മച്ചി ആരോഗ്യമുള്ള കാലത്ത് എല്ലാ കാര്യങ്ങൾക്കും ഓടിയെത്തുകയും എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെടുകയും എല്ലാവരെയും കാണുകയും ആ ബന്ധങ്ങളൊക്കെ വളരെ ഊഷ്മളമായി ഉണർന്നുകൊണ്ട് പോരുകയും ചെയ്തത് പ്രത്യേകമായിട്ട് ഞാൻ ഓർക്കുകയാണ്. ഈ പാമ്പാടി ദേശത്ത് അമ്മച്ചിയുടെ ഈ മൃതശരീരം കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ഞാൻ എൻ്റെ അമ്മയോട്, അല്ലെങ്കിൽ ഞങ്ങളുടെ അമ്മയുടെ ആത്മാവിനോട് കാണിക്കുന്ന ഒരു കടുത്ത അപരാധവും ഭൗതിക ശരീരത്തോട് കാണിക്കുന്ന ഒരു അവഗണനയുമായി പോയേനെയും എന്ന് കൂടുതലായി ഞാൻ ഉൾക്കൊള്ളുന്ന അനുഭവങ്ങളും ആ തരത്തിലുള്ള ഒരു വലിയ സഹകരണവുമാണ് ഓരോരുത്തരും നൽകിയത്. അമ്മച്ചിയുടെ വിദ്യാർത്ഥികൾ, അമ്മച്ചി പഠിപ്പിച്ച വിദ്യാർത്ഥികൾ, അവരുടെ മക്കളും മക്കളുടെ മക്കളും 3 തലമുറ പഠിപ്പിച്ചിട്ടുണ്ട്. എപ്പോഴും ആ ഒരു ആധികാരികത അമ്മച്ചി ഈ ദേശവുമായി ബന്ധപ്പെട്ട് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അമ്മച്ചി പഴയ ക്ലാസ്സിൽ കുട്ടികളെ വിളിക്കുന്നത് പോലെയാണ് വിദ്യാഭ്യാസരായിരിക്കുന്ന ആള് പഴയ സ്റ്റുഡൻ്റ് ആണെന്നുള്ളത് കൊണ്ട് നീ ഇങ്ങോട്ട് വാടാ എന്നുള്ള മട്ടിലുള്ള ആ ഒരു ടോണും സംഭാഷണവും ആ തരത്തിലൊക്കെ അമ്മച്ചി വിളിക്കുന്നതും ഒക്കെ ഞാൻ കേൾക്കുകയും ഞാൻ ചിലപ്പോഴൊക്കെ അമ്മച്ചിയോട്, ഇപ്പോഴല്ല ഒരു ഏതാനും വർഷം മുമ്പ് അമ്മച്ചിയോട് ഇതൊക്കെ അവരൊക്കെ വലിയപ്പന്മാരും അപ്പന്മാരും ഒക്കെ ആയി കഴിഞ്ഞവരാണ്. അമ്മച്ചി ഇങ്ങനെ കൊച്ചുപിള്ളാരെ വിളിക്കുന്നവർ 3-4 എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ വിളിക്കരുതെന്നൊക്കെ പറയുകയും ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എപ്പോഴും അമ്മച്ചി എല്ലാവരെയും ഒരു ചുംബനം കൊടുത്ത് സ്വീകരിക്കുന്ന പ്രകൃതമായിരുന്നു. ചിലപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിട്ടുള്ളത് ഈ ചുംബനം ലഭിക്കുന്നവർക്ക് അത് കുറച്ച് അരോചകമായി പോകുമോ, കാരണം വളരെ ഒരുങ്ങിയൊക്കെ ഭംഗിയായിട്ട് വരുമ്പോൾ ആ ചാടിക്കറി അമ്മച്ചി ഉമ്മ കൊടുക്കുക, അതൊക്കെ എത്രമാത്രം ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് വരുന്ന സ്നേഹത്തിൻ്റെ ആ ഒരു വലിയ ബഹിർസ്ഫുരണമായിരുന്നു എന്നുള്ള ആ വ്യക്തമായ തിരിച്ചറിവ് കൂടുതലായി ഞങ്ങളിലേക്കൊക്കെ പ്രവഹിക്കുന്ന ഒരു സാഹചര്യവും സന്ദർഭവുമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ദേശത്തെ എല്ലാവരും അമ്മച്ചിയെ സ്നേഹിച്ചു, ഞങ്ങളെ എല്ലാവരെയും സ്നേഹിച്ചു. ഞങ്ങൾ ഇപ്പോഴും ഈ ദേശത്തിൻ്റെ ഭാഗമാണ്. ഞങ്ങൾ കോട്ടയത്തും എറണാകുളത്തും ഒക്കെയായി താമസിക്കുന്നുവെങ്കിലും ഇപ്പോഴും എൻ്റെ ദേശം പാമ്പാടിയാണ് എന്നുള്ള ആ ഒരു വലിയ വൈകാരിക ബന്ധമാണ് ഞങ്ങളുടെ മക്കൾക്ക് എല്ലാവർക്കും ഉള്ളത്. അമ്മച്ചിയെ സംബന്ധിച്ചോളം പാമ്പാടി വിട്ടൊരു ദേശത്തെ പറ്റി അമ്മച്ചിക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കാത്തൊരു അവസ്ഥയുമായിരുന്നു. അമ്മച്ചിക്ക് കാര്യമായിട്ടുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ 6-ാം തീയതി പാമ്പാടി വലിയ പള്ളിയിലെ പെരുന്നാളിൻ്റെ റാസയ്ക്ക് വേണ്ടി അമ്മച്ചി ഇവിടെ വരികയും വിളക്ക് ഒക്കെ കത്തിച്ച് ഞങ്ങൾ വെച്ച് അമ്മച്ചി ഇവിടെ വെളിയിലിരുന്ന് റാസ കാണുകയും ചെയ്തു. എനിക്ക് റാസയിൽ പങ്കെടുക്കാൻ അവസരം എനിക്കും ലഭിച്ചു. രാത്രി 10:45 മണി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് മടങ്ങിപ്പോയത്. അതിനുശേഷം അമ്മച്ചിക്ക് പിറ്റേ ദിവസം കുറച്ച് ക്ഷീണം ഉണ്ടായിരുന്നു. വെള്ളിയും ശനിയും ഒക്കെ അമ്മച്ചി വളരെ ആരോഗ്യവതിയായിരുന്നു. ഞായറാഴ്ച അമ്മച്ചി ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു പ്രത്യേക ചടങ്ങിൽ സംബന്ധിക്കാനുണ്ടായിരുന്നു. അത് പ്രത്യേകമായിട്ട് സംബന്ധിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം തിങ്കളാഴ്ച
ഞായറാഴ്ച അവിടെ വെച്ച് അമ്മച്ചിക്ക് അല്പം ഷുഗർ ഡൗൺ ആയി. അത് പെട്ടെന്ന് മാറി ദൈവകൃപയാല്. തിങ്കളാഴ്ച അമ്മച്ചി രാവിലെ ഞാൻ പോകുന്ന സമയത്ത് എന്നെ പ്രാർത്ഥിച്ച് അയച്ചത് വ്യക്തമായിട്ട് ഓർമ്മിക്കുന്നു. വൈകിട്ട് 8 മണിയോടുകൂടിയാണ് ഞാൻ വന്നത്. അതിനുശേഷം ഒരു 10:30 മണിയോടുകൂടി അമ്മച്ചിക്ക് വല്ലാത്തൊരു കിടുകിടുപ്പും പ്രയാസവും ഒക്കെ ഉണ്ടായി. അതിനെ തുടർന്ന് ഈ ഷുഗർ കുറഞ്ഞിട്ടാണ് എന്നുള്ള ഒരു ചിന്തയിൽ, കാരണം 2 ദിവസം മുമ്പ് അത് തന്നെയായിരുന്നു ഉണ്ടായത്. ഞങ്ങൾ അമ്മച്ചിക്ക് മധുരവും ഒക്കെ കൊടുത്തു, പ്രാർത്ഥിച്ചു. ഒരു 10-20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ അമ്മച്ചിയുടെ പ്രയാസം മാറിയതിനു ശേഷം അമ്മച്ചി കിടന്ന് ഉറങ്ങി. ചൊവ്വാഴ്ച രാവിലെ എറണാകുളത്ത് പോകേണ്ടെന്ന് അത്യാവശ്യം ഉണ്ടായിരുന്നതുകൊണ്ട് വെളുപ്പിനെ 5 മണിക്ക് ഉണർന്ന സമയത്ത് അമ്മച്ചി കട്ടിലിൽ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ ഉടനെ വിളിച്ചെന്ന് അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി ഉറങ്ങിയില്ലേ? അമ്മച്ചി എന്താ ഇരുന്ന് ഉറങ്ങുന്നത്? താഴെ വീടുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ, സാധാരണ ഇതിൽ തുടങ്ങി ഞാൻ ഉറങ്ങുകയല്ല, അല്ലെ വീടുകയല്ല, എന്തെങ്കിലുമൊക്കെ ഒരു മറുപടി പറയും. അമ്മച്ചി എന്നെ ഒന്ന് നോക്കി, അമ്മച്ചിക്ക് ഒത്തിരി ക്ഷീണമുള്ള പോലെ തോന്നി. ഞാൻ അടുത്ത് എന്ന് അമ്മച്ചി കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തു, ചേർത്ത് പിടിച്ചൊരു 1/2 മിനിറ്റ് ഇരുന്നതാണ്. അമ്മച്ചി കുറച്ചുകൂടെ ഊർജ്ജസ്വലിയായി. അതിനുശേഷം എന്നോട് പറഞ്ഞു നടക്കാൻ വരാ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു നടക്കണ്ട, ചില കിടക്ക്, ഒരു 2 ദിവസം അമ്മച്ചി പൂർണ്ണ വിശ്രമം എടുക്കുക, ഇനിയെങ്കിലും ഞങ്ങൾ പറയുന്നൊന്ന് കേൾക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അമ്മച്ചി ഒന്നും മറുപടി പറഞ്ഞില്ല. അതിനുശേഷം വെള്ളം എടുത്തു കൊടുത്തു. ഒരു സ്ട്രോക്കിന്റെ ഒരു പടിവാതിലാണ് അമ്മച്ചി നിൽക്കുന്നതെന്ന് തോന്നി. കാരണം അമ്മച്ചിയുടെ നാവ് കുഴയുന്നുണ്ടായിരുന്നു. ഉടനെ അവിടെ ഈ സ്ട്രോക്ക് വന്നാൽ വരുന്ന സന്ദർഭത്തിൽ കൊടുത്താൽ ഫലം കിട്ടുന്ന ഒരു നാട്ടു ചികിത്സകളിൽ നിന്ന ഒരു മരുന്ന് ഉണ്ടായിരുന്നു. 2 തുള്ളി കൊടുത്താൽ ഏത് ബ്ലോക്കും മെൽറ്റ് ചെയ്ത് പോകുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. 4-5 തവണ അമ്മച്ചിക്ക് ഈ സംഭവമൊക്കെ വന്നപ്പോൾ ഞങ്ങൾ കൃത്യസമയത്ത് അവിടെ ഉണ്ടാകാനും അമ്മച്ചിക്ക് മെഡിസിൻ കൊടുക്കാനും ഒക്കെ ദൈവം ഞങ്ങളെ അനുവദിച്ചു. ആ മരുന്ന് എടുത്ത് അമ്മച്ചിക്ക് കൊടുത്തു. അമ്മച്ചി അത് കഴിച്ചു കഴിഞ്ഞ് അമ്മച്ചിയോട് കിടക്കാൻ പറഞ്ഞ് അമ്മച്ചി കിടന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പം അമ്മച്ചിയുടെ ശബ്ദമൊക്കെ വളരെ വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞു, ഇത് എന്തൊരു കയ്പാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അമ്മച്ചിക്ക് ഞാൻ മുട്ടായിയല്ല, ഞാൻ മരുന്നാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞു, എന്നാൽ ഇങ്ങനെ ഒരു കയ്പ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അമ്മച്ചി കൊച്ചുപിള്ളേർ പറയുന്നത് പറയാതെ മരുന്നിന് കയ്പുണ്ടെങ്കിലും ഫലം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ജോലിക്ക് വേണ്ടി പോയി. എൻ്റെ ഭാര്യ മായ അവിടെ ഉണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞ സമയത്ത് അമ്മച്ചിക്ക് ഒരു അസ്വസ്ഥത ഉണ്ടായി. 3 മണിയോടുകൂടി മായ തന്നെ ഡോക്ടറെ വിളിച്ച്, ഞങ്ങളുടെ ഒരു കസിനാണ്, അദ്ദേഹത്തെ വിളിച്ച് വിവരം പറഞ്ഞു. അവരെ ആശുപത്രി കൊണ്ടെല്ലാം പറഞ്ഞു. കഞ്ഞിക്കുഴി കവരയുള്ള കൊശമറ്റ ഹോസ്പിറ്റലിൽ മായ അമ്മച്ചിയെ കൊണ്ടുപോയി. അത് കഴിഞ്ഞതിന് ശേഷം എന്നെ വിളിച്ച് മായും ഡോക്ടറും പറഞ്ഞു, ഇച്ചിരി പ്രയാസമുണ്ട്. ഞാൻ 5:45 മണിക്ക് മടങ്ങിയെത്തി. അപ്പോൾ അമ്മച്ചിക്ക് കുറച്ച് ആശ്വാസമുണ്ടെന്ന് പറഞ്ഞു. അമ്മച്ചിയുടെ ആരോഗ്യത്തിന് വേണ്ടി അവിടെ ഒന്ന് പ്രാർത്ഥിച്ചു. അമ്മച്ചി എന്നെ തിരിച്ചറിഞ്ഞു. ഡോക്ടറും ചോദിച്ചു, അമ്മച്ചിക്ക് മനസ്സിലായില്ലേ? അപ്പോൾ അമ്മച്ചി തലയാട്ടി. ഓക്സിജൻ മാസ്ക് വെച്ചിരുന്നുകൊണ്ട് അമ്മച്ചി എന്തോ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് വ്യക്തമാക്കി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം പുറത്തിറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മച്ചി ഇമ്പ്രൂവ്ഡ് ആയിട്ട് കിടക്കുകയായിരുന്നു. കുറച്ച് ഇച്ചിലൂടെ ഒരു പ്രയാസമുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു. അകത്ത് ചെന്നു. അപ്പോൾ അമ്മച്ചി കണ്ണടച്ച് കിടക്കുകയായിരുന്നു. ഞാൻ ഡോക്ടറോട് ചോദിച്ചു, അമ്മച്ചി കോൺഷ്യസ് ആയിട്ട് പറഞ്ഞു. അതെ എന്ന് പറഞ്ഞു. മയക്കമാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. എന്തായാലും ദൈവ കൃപയാൽ, ഒരു ദൈവാത്മ പ്രേരണയാൽ ഞാൻ അവിടെ നിന്ന് വിശ്വാസ പ്രമാണം അമ്മച്ചിക്ക് വേണ്ടി ചൊല്ലി. മറ്റ് വൈദികരൊന്നും ഇല്ലായിരുന്നു എങ്കിലും ഞാൻ എൻ്റെ മനസ്സിൽ അപ്രകാരം തോന്നിയുകൊണ്ട് അമ്മച്ചിയുടെ നെറ്റിയിലും നെഞ്ചിലും കുരിശ് വരച്ചു. ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതിനുശേഷം പുറത്തിറങ്ങി ഞങ്ങളൊക്കെ മുട്ടിന്മേൽ നിന്ന് അവിടെ പ്രാർത്ഥിച്ചു. അതിനുശേഷം അമ്മച്ചിക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എന്ന് ആണ് ഡോക്ടർ പറഞ്ഞത്. എന്നാലൊരു രാത്രി 2 മണിയോടുകൂടി പെട്ടെന്ന് BP ഡൗൺ ആയി. 2:25 അമ്മച്ചി ലോകം വിട്ട് കടന്നുപോയി. എപ്പോഴും അമ്മച്ചി പറയുമായിരുന്നു, കിടത്താൻ ഇടയാക്കരുത് എന്ന് അമ്മച്ചി സ്വയം പറഞ്ഞു നടക്കുകയും ദൈവം എന്നെ ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു എന്ന് അനേകം ആവർത്തി പറയുകയും അതുപോലെ തന്നെ മറ്റുള്ളവരോട് പ്രാർത്ഥന ആവശ്യപ്പെടുമ്പോൾ കിടക്കാതെ വിളിക്കാൻ അമ്മച്ചിയെ അനുവദിക്കണമെന്ന് പറയുകയും ചെയ്തു. അമ്മച്ചിക്ക് ഒറ്റ ദിവസം പോലും അമ്മച്ചി അങ്ങനെ കിടന്നുപോയി എന്ന് പറയുന്ന ഒരവസ്ഥയിൽ കിടക്കാൻ ദൈവം അനുവദിച്ചില്ല. വളരെ അനുഗ്രഹകരമായിട്ട് ജീവിച്ചു. നിശ്ചയമായിട്ടും ഏതൊരു ഭവനത്തിലും ഉണ്ടാകുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അമ്മച്ചിയായിട്ട് വഴക്കുണ്ടാക്കുകയും ഒരു എന്ത് കാര്യമുണ്ടെങ്കിലും ഞാൻ എല്ലാ ദിവസവും കുരിശ് വരച്ച് എൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് മാത്രമേ ജോലിക്ക് പോവുകയുള്ളൂ. അതുപോലെ തന്നെ വൈകിട്ടത്തെ പ്രാർത്ഥന കഴിയുമ്പോൾ
അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മച്ചി ഞങ്ങൾക്ക് കുരിശ് വരയ്ക്കുക, അമ്മച്ചിയുടെ നെറ്റിയിൽ ഞാൻ കുരിശ് വരയ്ക്കുകയൊക്കെ ചെയ്യണം. കിടക്കുന്ന സമയത്ത് പള്ളിയിലെ എണ്ണ എടുത്ത് അമ്മച്ചിയുടെ നെറ്റിയിൽ കലട്ടി കുരിശ് വരച്ചു കൊടുക്കണം. അങ്ങനെയൊക്കെയുള്ള ആ ഒരു പതിവുകൾ, നിർബന്ധങ്ങൾ, അതൊക്കെ എന്തെങ്കിലും അല്പം തെറ്റിയാൽ അമ്മച്ചി വളരെ വേദനപ്പെടുമായിരുന്നു. ചിലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു വീഴ്ചയൊക്കെ തോന്നുമ്പോൾ ഇന്ന് വരച്ചു കൊടുക്കുന്നില്ല എന്നൊക്കെ ഒരു വാശിയൊക്കെ എന്നെ വരച്ചു കൊടുക്കും. പക്ഷെ 5 മിനിറ്റ് കഴിയുമ്പോൾ അതൊക്കെ മാറി ചെയ്ത് കൊടുക്കുമായിരുന്നു. അങ്ങനെയൊക്കെയാണ് ജീവിച്ചത്. ഇന്ന് ഇതൊക്കെ നിശ്ചയമായിട്ടും അമ്മ സ്നേഹത്തിൻ്റെ പര്യായമാണ്. എത്ര ദേഷ്യപ്പെട്ടാലും, എത്ര ഇറിറ്റേറ്റഡ് ആയാലും, നമ്മൾ എത്ര ടയേർഡായാലും എപ്പോഴും എല്ലാം ശ്രദ്ധിക്കുന്ന ഒരാൾ. കഥകിൻ്റെ കുറ്റിയിട്ടോ, ഗ്യാസ് അടച്ചോ, ഓരോന്നപ്പം ഞാൻ വിചാരിക്കും അമ്മയ്ക്ക് എന്നതായി എന്നെപ്പറ്റി വിചാരിക്കുന്നത്, എനിക്കും വയസ്സ് 19 അതാണ് എൻ്റെ ചിന്തയിൽ പലപ്പോഴും വരാറുള്ളത്. പക്ഷെ ഓരോന്നും ശ്രദ്ധിക്കും. എനിക്ക് വേണ്ടി എടുത്തു വെച്ച മരുന്ന്, ഭാര്യ എടുത്തു വെച്ചിരിക്കുന്ന മരുന്ന് രാവിലെ മറന്നുപോയാൽ അത് കുടിക്കാനുള്ളതല്ലേ? അല്ലെങ്കിൽ മരുന്ന് കുടിക്കാൻ വേണ്ടി എനിക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെള്ളമോ അല്ലെങ്കിൽ ബ്ലാക്ക് ടീയോ ഉണ്ടെങ്കിൽ അമ്മച്ചി അത് പ്രത്യേകം ഓർമ്മിപ്പിക്കും. കാരണം നമ്മൾ ചോദിക്കും കണ്ണാടി എടുത്തോ, പല കാര്യങ്ങളും മറന്ന് 2-3 വട്ടം ചിലപ്പോൾ തിരിച്ച് കയറേണ്ടി വരും. ഇപ്പൊ ചോദിക്കും കണ്ണാടി എടുത്തോ, പേന എടുത്തോ. ഇതൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്ന, അതൊക്കെ എത്ര വലിയ അത്ഭുതകരമായ മാതൃസ്നേഹത്തിന്റെ വലിയ അടയാളങ്ങളാണ് എന്നുള്ള തിരിച്ചറിവോർത്ത് ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്തുകയാണ്. അമ്മച്ചിയുടെ പെട്ടെന്നുള്ള വേർപാട് ഞങ്ങൾക്ക് വളരെ വേദനയാണ്. ഞങ്ങൾ 3 പേരാണ് ആ വീട്ടിലുള്ളത്. മക്കളൊക്കെ മറ്റു പല സ്ഥലങ്ങളിലാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്നേഹിതം വന്നപ്പോൾ പറഞ്ഞു, ഭവനത്തിൻ്റെ 33% നമുക്ക് ഇപ്പോൾ നഷ്ടമായി കഴിഞ്ഞു. 33% നഷ്ടമായി കഴിഞ്ഞു. 3 പേരിൽ ഒരാൾ പോകുമ്പോൾ അത്ര വലിയൊരു ഗ്യാപ്പാണ് ആ ഭവനത്തിൽ ഉണ്ടാകുന്നത്. എന്നാൽ അമ്മച്ചി വളരെ പ്രത്യാശയോടുകൂടി കടന്നുപോയി. അമ്മച്ചി മരിക്കുന്നതിൻ്റെ തലേ ദിവസം എനിക്കൊരു വേദവാക്യം, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലാത്ത, തിങ്കളാഴ്ച ടെലിഫോണിൽ മാത്രം സംസാരിച്ച ഒരാൾ രാത്രി 11 മണിക്ക് ഒരു വേദവാക്യം മാത്രം എനിക്ക് മെസ്സേജ് ചെയ്തു. Psalms 68:20, സങ്കീർത്തനം 68:20. അത് കണ്ടപ്പോഴേ ദൈവം എൻ്റെ മനസ്സിൽ തോന്നിച്ചു, ഇത് നിനക്കുള്ളതാണ്. അതെങ്ങനെയാണ് എനിക്കുള്ളതെന്ന് എനിക്ക് അറിയത്തില്ല. വാക്യം എനിക്ക് കാണാതെ മനസ്സിലായില്ല. ഒരു വേദപുസ്തകം തുറന്ന് അത് വായിച്ചു നോക്കിയപ്പോൾ ആ വാക്യം ഇങ്ങനെയാണ്: ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ യഹോവയ്ക്കുള്ളതാകുന്നു. ഈ വാക്യം വായിച്ചപ്പോഴും എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു, ഇത് നിനക്കുള്ള വാക്യമാണ്. അത് പിറ്റേ ദിവസം പോകുന്ന സമയത്ത് കാറിലിരിക്കുമ്പോൾ കഴിവുള്ളിടത്തോളം പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും ഒക്കെ ശ്രമിക്കും. അപ്പോൾ ഈ വാക്യമാണ് എപ്പോഴും ഹൃദയത്തിൽ തെളിഞ്ഞു പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു ക്ലയൻറ്റ് 85 വയസ്സുള്ള ഒരാളുടെ മകൻ, 52 വയസ്സുള്ള ഒരു എഞ്ചിനീയർ, ചിക്കാഗോയിലെ രോഗാതുരനായി കിടക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടിയാണ് ഞാൻ ഈ ആളിനെ ഒന്ന് ടെലിഫോൺ ചെയ്തതും പരിചയപ്പെട്ടതും ഒക്കെ. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടിയാണ് ഈ വാക്യം എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഈ ചൊവ്വാഴ്ച രാത്രിയിൽ അനേകവട്ടം ദൈവം ആ വാക്യം എൻ്റെ ഹൃദയത്തിലേക്ക് തന്നു. ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ യഹോവയ്ക്കുള്ളതാണ്. അത് എനിക്കുള്ളതല്ല, അത് ദൈവത്തിനുള്ളതാണ്, ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ആ വാക്യം നിശ്ചയമായിട്ടും ഒരുപാട് ആശ്വാസവും സമാധാനവും നൽകുന്നു. പ്രത്യാശയുടെ ആ വലിയ തീരത്തെ പറ്റിയുള്ള ഓർമ്മപ്പെടുത്തൽ. അതുപോലെ തന്നെ ഒരു സ്നേഹിതൻ കടന്നു വന്ന് അദ്ദേഹം വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, സാറേ, അമ്മച്ചിയുടെ ആത്മലോകത്തിലെ ജന്മദിനമാണെന്ന്, അത് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ച് ആഘോഷിക്കേണ്ടതാണ് എന്ന് പറയുകയുണ്ടായി. അതുകൊണ്ട് ഈ ബോഡിയുമായിട്ട് വരുന്ന സമയത്ത് എണ്ണി സ്തുതിക്കുവാൻ എന്നും മറ്റുള്ള പാട്ടുകൾ പാടാനാണ് ഞങ്ങൾ കൂടുതൽ താല്പര്യപ്പെട്ടത്. അത്ഭുതകരമായി ജീവിച്ചു, അത്ഭുതകരമായി ദൈവം വഴി നടത്തി, സ്നേഹത്തോടെ ഞങ്ങളെ എല്ലാം കാത്തു. ഈ വീടതിൽ ഇളവില്ലാതെ ഓടി നടന്നവിടെ കബറതിലേക്ക് എത്തുന്ന അപരന്മാർ നാഥ നൽകണം ആശ്വാസം. അത് നമ്മളെല്ലാവരും, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഞങ്ങൾക്ക് ആശ്വാസവും സമാധാനവും പകർന്നു തരും. എൻ്റെ അമ്മച്ചി, ഞങ്ങളുടെ അമ്മച്ചി ഞങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. അമ്മച്ചിക്ക് വേണ്ടി ദൈവത്തിന് മഹത്വം പറയുന്നു, സ്തോത്രം പറയുന്നു. ഒരിക്കലും അമ്മച്ചി ഇല്ലാതാവുന്നില്ല, അമ്മച്ചി കാണാതാവുന്നു. പുനരുത്ഥാനത്തിൽ ഒരുമിച്ച് കാണാവുന്ന ആ വലിയ ദൈവിക പ്രത്യാശയോടുകൂടി സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം പറയാനും ഈ അമ്മച്ചിയെ ഞങ്ങൾ ദൈവ തിരുസന്നിധിയിൽ ദൈവം നൽകിയ എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നന്ദിയോടെ യാത്ര അയക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ ദേശത്ത് വന്നുകൂടി എല്ലാവർക്കും, ഇവിടെ ഇരിക്കുന്നവർക്കും വന്നുപോയവർക്കും വൈദികർക്കും അഭിവന്യ തിരുമനസിനും എല്ലാവർക്കും സർവോപരി സർവശക്തനായ ദൈവം ഇത്രത്തോളം കാത്ത് പരിപാലിച്ച് ഇത്രത്തോളം
അമ്മച്ചിയുടെ സംസ്കാര ശുശ്രൂഷയുടെ അനുഗ്രഹമാക്കി ഇതുവരെ നടത്തിയത് ദൈവ തിരുനാമത്തെ മഹത്വം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുന്നു.